രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഭരണപക്ഷമായ ബിജെപിക്കെതിരെ ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും അവയൊക്കെ കുറച്ചുനാൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും പിന്നീട് കെട്ടടങ്ങുകയുമാണ് ചെയ്യുന്നത്. അത്തരമൊരു ആരോപണമാണ് ചണ്ഡീഗഡ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തിയത്. സാധാരണ ഉണ്ടാകാറുള്ളതുപോലെ അവസാനിക്കേണ്ട ക്രമക്കേട് ആരോപണമെന്നാൽ ചണ്ഡീഗഡ് മേയറുടെ വിഷയത്തിൽ കളി കാര്യമായി. ബിജെപി നേതാവും ചണ്ഡീഗഡ് മേയറുമായ മനോജ് സോങ്കറുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടിയാണ് കോടതിയെ സമീപിച്ചത്. ജനുവരി 30 നടന്ന തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആം ആദ്മി സഖ്യ സ്ഥാനാർത്ഥിയെയാണ് സോങ്കർ പരാജയപ്പെടുത്തിയത്. ബിജെപിക്ക് 16 വോട്ടും എപിക്ക് 12 വോട്ടുമാണ് ലഭിച്ചത്. കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന്റെ 8 വോട്ടുകൾ അസാധുവാണെന്ന് വരണാധികാരി പ്രഖ്യാപിച്ചു. അതിനിടെ പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ കൃത്രിമത്വം കാണിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നു. തുടർന്നാണ് എപിയും കോൺഗ്രസും ഹൈക്കോടതിയെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തുടർന്ന് എപി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുവെന്നാണ് അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല വരണാധികാരിയെ വിചാരണ ചെയ്യേണ്ടതാണെന്നും പരമോന്നത കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ബാലറ്റും വീഡിയോ ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഒപ്പം വരണാധികാരി അനിൽ മസീഹിനോട് 19 നേരിട്ട് ഹാജരാകാനും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസറെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഞായറാഴ്ച രാത്രി സോങ്കർ രാജിവെച്ചത്. ധാർമ്മികതയുടെ പേരിലാണ് മേയർ രാജിവെച്ചതെന്നാണ് ചണ്ഡീഗഡ് ബിജെപി അധ്യക്ഷൻ ജതീന്ദർ മൽഹോത്ര അവകാശപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ കേസും ബിജെപി മേയറുടെ രാജിയും ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ്. തങ്ങളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സംഭവ വികാസങ്ങളെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശപ്പെടാം. ഒപ്പം ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും ബിജെപിയെ സംശയനിഴലിൽ നിർത്തുന്നതാണ് ഈ സംഭവം.